Hi guys, welcome to my channel സിദ്ധാർത്ഥ് ലക്ഷ്മി രാഗേഷ്. എൻ്റെ പേര് സിദ്ധാർത്ഥ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളെ കാണിക്കാൻ ഒരു സാധനമുണ്ട്, ഇലക്ട്രിക് മാഗ്നറ്റ്. അപ്പം ഇതുകൊണ്ട് കുറേ യൂസസ് ചെയ്യാം. ഇതിനകത്ത് 30 പ്രോജക്ട്സ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്ത് കാണിക്കുന്നതിന് മുമ്പേ ഞാൻ 2 പ്രോജക്ട്സ് ചെയ്തു വച്ചിട്ടുണ്ട്. അത് നമുക്ക് കണ്ടിട്ട് വരാം. ബാ. അപ്പം ഇതാണ് മാഗ്നറ്റിക് കാർ. ഇത് റിവേഴ്സും ഫ്രണ്ടും പോവും. ഈ മാഗ്നറ്റോ വെച്ചിട്ട് നമ്മൾ ഇതാക്കി കൊടുത്താൽ ഇത് ഫ്രണ്ടിലോട്ട് പോവും. ഇനി അടുത്ത സൈഡാക്കി കൊടുത്താൽ ബാക്കിലോട്ട് വരുന്നു. നിങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്തതിലോട്ട് പോവാം. ഇത് ഫിഷിംഗ് മാഗ്നറ്റ്. ഇത് നമ്മൾ സാധാരണ ചൂണ്ടയൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ. ഇനി ഇതിൽ ഫിഷ് കാർഡ്സ് ഉണ്ട്. ഇത് ഞാൻ പേപ്പർ ക്ലിപ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിൽ. സോ ഇതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഈ ഫിഷിംഗ് ഹുക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇതിനെ പിടിച്ച്, ഇത് ശരിക്കും പറഞ്ഞ ഒരു ഫിഷ് കാർഡ്സ് ആണ്. അപ്പം ഞാനിതിൽ പേപ്പർ ക്ലിപ്സ് വെച്ചുകൊണ്ടാണ് ഇത് മാഗ്നറ്റിൽ ഒട്ടിപ്പിടിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിതൊക്കെ ഇതിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നതെന്ന്. കാണിച്ചു തരാം. അപ്പം ഈ ഇലക്ട്രിക് മാഗ്നറ്റ് ബുക്കിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ കണ്ടുപിടിച്ചത്. അപ്പം ഇത് കിട്ടിയപ്പോൾ തന്നെ ഇതാണ് നമ്മളെ മാഗ്നറ്റിക് കാർ. ഇത് നമ്മുടെ മാഗ്നറ്റിക് ഫിഷിങ്. അപ്പം നമ്മൾ അടുത്തതിലോട്ട് പോവുകയാണ്. ബോക്സ് തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബോക്സ് തുറക്കാൻ പോവുകയാണ്. കണ്ടോ, നിങ്ങളിത് കണ്ടോ? എല്ലാ സാധനങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം നമുക്കിനി ബുക്ക് എടുത്ത് നോക്കാം അടുത്തത് എന്താണെന്ന്. ഓക്കെ, അടുത്തത് മേക്കിംഗ് ആൻഡ് ഇലക്ട്രോസ്കോപ്പ്. നമുക്ക് ആദ്യം വേണ്ട ഒരു ബീക്കർ. ഇതിൽ നിന്നൊരു ബീക്കർ എടുക്കാം. ഇത് എവിടെ വെച്ചിട്ടുണ്ട് ബീക്കർ. ഇനി നമുക്ക് ഒരു അയൺ റോഡ് എടുക്കാം. ഇതിലൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ എടുക്കുമെന്ന്. പക്ഷേ ഇതിൽ കണ്ടോ, ഹൗ ടു ഫൈൻഡ് മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ആൻ ആക്ടിവിറ്റി ഈസിലി, ആക്ടിവിറ്റി ഇൻസ്ട്രക്ഷൻ പേജ് കളർ, മെറ്റീരിയൽ ബോക്സ് കളർ. നോക്ക്, ഇതിൽ ഏത് മെറ്റീരിയൽ എടുക്കണമെന്ന് ഇതിൽ നോക്കിയാൽ മതി. ഇതിൻ്റെ കളർ വയലറ്റ്. അപ്പം നമ്മൾ വയലറ്റ് ബോക്സാണ് എടുക്കുന്നത്. ഇത് ബോക്സ് 2 ആണ്. അപ്പം നമ്മൾ ഇത് തുറക്കുമ്പോൾ കുറേ മെറ്റീരിയൽസ് അതിനകത്തുണ്ട്. ഇനി ഫോം പീസ്, അത് നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഞാൻ 4 വീൽസ് എടുത്തതാണ് മാഗ്നറ്റിക് കാറിന്. ഇനി നമുക്ക് ഇതിൽ പറഞ്ഞേക്കുന്ന പോലെ എടുക്കാം. അപ്പോൾ ഫോം വീൽ 1 ആണ്. അപ്പം നമ്മൾ ഒരെണ്ണം ഇതിൽ നിന്ന് എടുക്കാൻ. ഓക്കെ, നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അയൺ റോഡ്. അപ്പം നമ്മൾ അയൺ റോഡ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് അപ്പം അയൺ റോഡും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ബലൂൺ. അപ്പം ഞാൻ യെല്ലോ തന്നെ എടുക്കാം. യെല്ലോ എടുത്തിട്ടുണ്ട്. ഈ പിങ്ക് നമുക്ക് ആവശ്യമില്ല, ഈ ബോക്സിൽ തന്നെ ഇരിക്കട്ടെ. ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു തെർമോക്കോൾ ബോൾ. അത് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, എല്ലാ സാധനങ്ങളും തെർമോക്കോൾ ബോള്, ബീക്കർ, ബലൂൺ, പിന്നെ അയൺ റോഡ്, പിന്നെ ഫോം പീസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത്രയും നമുക്ക് വേണ്ടത്. പിന്നെ അലുമിനിയം സ്ട്രിപ്സ്.
അപ്പോൾ നമ്മളെല്ലാം ഓർഡറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബുക്കിൽ പറഞ്ഞേക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറഞ്ഞേക്കുന്ന പീൽ ഓഫ് അലുമിനിയം ടേപ്പ് എന്നാണ്. ശരിക്കും എനിക്ക് അലുമിനിയം ടേപ്പ് ഇതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത് ടേപ്പാണോ ഫോയിലാണോ എന്ന് എനിക്കറിയില്ല. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അലുമിനിയം ടേപ്പ് ഞാൻ ഏതോ ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ ബോക്സിൽ സാധനങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് അലുമിനിയം ടേപ്പ്. അത് മിക്കവാറും റാപ്പ് വിത്ത് അലുമിനിയം ഫോയിൽ എന്നും എഴുതിയിട്ടുണ്ട്. അപ്പം ഫോയിൽ ഇതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം എനിക്ക് മനസ്സിലായി കേട്ടോ. അതെ, ഇതായിരുന്നു അലുമിനിയം ടേപ്പ്, ഇത് ഫോയില്. അപ്പം ഇത് രണ്ടും കൂടെ സ്റ്റിക്കർ ഇളക്കി കളയുമ്പം ഇത് റാപ്പ് ചെയ്യണം ബോളിൽ. അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കർ ഒന്ന് ഇളക്കാം. ഓക്കെ, അപ്പോൾ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ പറഞ്ഞേക്കുന്നത് ഇതിനെ റാപ്പ് ചെയ്യാനാണ് ബോളിനെ. അപ്പം ഞാൻ റാപ്പ് ചെയ്യാം പോവുക. അപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഈ ബോള്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് അൺസ്ക്രൂ ദ അയൺ റോഡ്. അപ്പോൾ നമുക്ക് അയൺ റോഡിലോട്ട് പോവാം. നമുക്കിത് അൺസ്ക്രൂ ചെയ്യാം. അൺസ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻസേർട്ട് അലുമിനിയം സ്ട്രിപ്സ്. അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇൻസേർട്ട് ഫോം പീസ്. അത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി അടുത്ത് പ്ലേസ് ദ ഫോം സെറ്റപ്പ് ഇൻ ബീക്കർ. അപ്പോൾ നമുക്കത് ചെയ്യാം. ബീക്കർ എടുക്കുക. എന്നിട്ട് നമ്മളിനി ഒന്നും കൂടെ സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇനി കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പുറത്തെ പേജ് നോക്കാം. ഇൻസേർട്ട് അലുമിനിയം ബോൾ ടു അയൺ റോഡ്. അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഊരി വെച്ച് സ്ക്രൂ ടൈറ്റൻ ചെയ്യണം. അപ്പം നമ്മൾ ടൈറ്റൻ ചെയ്തിട്ടുണ്ട് സ്ക്രൂ. അപ്പം ഇനി എന്താണെന്ന് നോക്കാം. റബ് ദ ബലൂൺ 15 or 20 times on your hair. ഓക്കെ, നമ്മൾ റബ്ബ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ പറയുന്നതെന്ന് നോക്കാം. പ്ലേസ് ദ ബലൂൺ നിയർ ദ അലുമിനിയം ബോൾ ആൻഡ് ഒബ്സർവ്. അപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യാം. ശരിക്കും ഇത് കുറഞ്ഞു വരുന്ന പോലെയാ ഏകദേശം. ഓക്കെ, എനിക്കൊന്നും സംഭവിക്കുന്നില്ല ഈ ബലൂണിൽ. ഞാൻ ഒന്നും കൂടെ ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, അച്ഛൻ അത് ചെയ്യാൻ പോവുക. പൊട്ടി വന്നു കേട്ടോ. ഇനി നമ്മൾ എന്താ സംഭവിക്കാൻ നോക്കാൻ പോവാണ്. ഓക്കെ, നമ്മളെ ബീക്കർ ഇവിടെ ഇരിപ്പുണ്ട്. ബലൂൺ ഇപ്പോൾ വരും. ഇത് വലുതാണെന്നാ തോന്നുന്നു. ഓക്കെ, ഇത് കണ്ടോ ആ കവർ അനങ്ങുന്നത് താഴത്തെ. അതിങ്ങനെ വലുതായി വരും. ഓക്കെ, കണ്ടോ
തിരിച്ചറിഞ്ഞത് ഹെർപ്പിസ് വൈറസ് ബാധയെ തുടർന്ന് സംശയിക്കുന്നതായി DFO ആയുഷ് കുമാർ കോവിൽ. 3 ഡോക്ടർമാരുടെ സംഘം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് തുടർച്ചയാണ് കൊച്ചയ്യപ്പൻ ചേർന്നത്. ഓക്കെ, അപ്പം ആ ഒരു പ്രോജക്റ്റ് തീർന്നിരിക്കുകയാണ്. അപ്പം ഇനിയും ഉണ്ട്. ദേ കുറേ വെച്ചിട്ടുണ്ട്, കോമ്പസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബാറ്ററി ഹോൾഡർ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം. അപ്പം ഇനിയും വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.